ജൂലൈ 25 UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഗംഗാവാലി റിവറുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കേരളത്തിലെ പത്രമാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്നത് ഗംഗാവാലി റിവറും അവിടെ നടത്തുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. ആക്ച്വലി മലയാളിയായിട്ടുള്ള ഡ്രൈവർ ഓടിച്ചിരുന്ന ഒരു ട്രക്ക് അവിടെ, അതുകൂടാതെ മറ്റ് വാഹനങ്ങളും അവിടെ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ ഗംഗാവാലി പുഴയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആർമിയുടേതും ISROയുടെയും ആയിട്ടുള്ള ടെക്നോളജീസും ഡ്രോൺസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് തെരച്ചിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗംഗാവാലി പുഴയിൽ ഒരുപാട് വാർത്തകൾ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗംഗാവാലി റിവർ എവിടെയാണ്, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒരു പ്രിലിമിനറി വ്യൂ പോയിന്റിൽ ഓർത്തു വെക്കണം. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ 44 നദികളുണ്ട്. അതുപോലെ വളരെ ചെറിയൊരു നദിയാണ് ഗംഗാവാലി റിവർ എന്ന് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കർണാടകത്തിൽ അതിൽ തന്നെ ഉത്തര കന്നഡ എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ ഒരു നദി വരുന്നതായിട്ടുള്ളത്. ഗംഗാവാലി എന്ന് പറയുന്ന നദി ഇവിടെയാണ്. ഓർത്തു വെക്കാം, ഇത് നമ്മളുടെ അറബിക്കടലിലേക്ക് വന്നു ചേരുന്ന നമ്മളെ കേരളത്തിലുള്ളത് പോലെയുള്ള ചെറിയ നദികളാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഈ ഒരു അറബിക്കടലിൽ വന്നു ചേർന്ന ചെറിയൊരു നദിയാണ് ഗംഗാവാലി റിവർ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, ഇത് സൗത്ത് ഇന്ത്യയിലുള്ള ഒരു റിവറാണ്. ഗംഗ എന്ന പേരുകൊണ്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഗംഗയുടെ ഒന്നും ട്രൈബ്യൂട്ടറി അല്ല. ഗംഗാവാലി റിവർ എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ റിവറാണ്. നമ്മളുടെ കേരളത്തിലുള്ള ചെറിയ പെരിയാറിനെയൊക്കെ പോലുള്ള നദികളെ പോലുള്ള റിവറാണ് എന്നുകൂടി ഓർത്ത് വെക്കണം. അപ്പോൾ ഗംഗാവാലി റിവർ, അതിൻ്റെ ലൊക്കേഷൻ ഒന്ന് ഓർത്ത് വെക്കണം, ഏത് സ്റ്റേറ്റ് ആണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കണം. അടുത്തൊരു വാർത്ത ഇതേപോലെ ഫ്ലഡിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. സംഗമേശ്വര ടെമ്പിൾ ഫ്ലഡിങ് കാരണം വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ എവിടെയാണ് സംഗമേശ്വര ടെമ്പിൾ, ഏത് റിവറിൻ്റെ സൈഡിലാണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സംഗമേശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെമ്പിളാണ്. ഇത് അവിടെ കൃഷ്ണ നദിയുടെ തീരത്തിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ വന്നതുകൊണ്ട് നമ്മളിത് ലൊക്കേറ്റ് ചെയ്യാണ്. സംഗമേശ്വര ടെമ്പിൾ ജസ്റ്റ് ആന്ധ്രാപ്രദേശിലാണ്. അതുപോലെ ഇത് കൃഷ്ണ നദിയുടെ തീരത്തുള്ള ഒരു ടെമ്പിളാണ് എന്നുള്ള ബ്രീഫ് ആയിട്ടുള്ള ഒരു കാര്യം പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ മതി. ഒരുപാട് ഡീറ്റെയിലേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് ടെമ്പിളിൻ്റെ ലൊക്കേഷൻ ആയിട്ടുള്ളത്. അടുത്തത് ഏർബൻ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്ത് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാണ്, പ്രത്യേകിച്ചും റൂറൽ ടു അർബൻ മൈഗ്രേഷൻ വരുവാണ്. ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷൻ്റെ 36% നഗരപ്രദേശങ്ങളിലാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ത്യയിലെ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അതുപോലെ നടക്കുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു അർബൻ മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട് വേണ്ട സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് ഓദർ പറയുന്നതായിട്ടുള്ളത്. ഓദർ പറയുന്നത് ഇന്ത്യയിലെ സിറ്റീസ് എന്ന് പറയുന്നത് 50 കോടിയോളം ജനങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷൻ്റെ 36% എന്ന് പറയുന്നത് എവിടെയാണ്, നഗരങ്ങളിലാണുള്ളത്. അതേപോലെ തന്നെ ഓരോ വർഷവും 2% മുതൽ 2.5% വരെ ഈ ഒരു പോപ്പുലേഷൻ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പേരിൽ, അർബൻ എന്ന പേരിൽ 2015 മുതൽ തന്നെ ഇത്തരത്തിലുള്ള നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വീടുകൾ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 85 ലക്ഷത്തോളം വീടുകൾ EWS മിഡിൽ ഇൻകം ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും 8 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സപ്പോർട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് കൂടുതലായിട്ട് ഇപ്പോൾ അതിലധികമായിട്ട് ബഡ്ജറ്ററി സപ്പോർട്ട് കൂടി ഏകദേശം 1 കോടിയോളം അധിക വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി 10 ലക്ഷം കോടിയുടെ സപ്പോർട്ട് കൂടിയിട്ട് നൽകിയിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുക. അതായത് സെൻട്രൽ അസിസ്റ്റൻറ്റ്, അതായത് അടുത്ത 5 വർഷത്തേക്ക് 2.2 ലക്ഷം കോടി രൂപയായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റെൻ്റൽ ഹൗസിങ്ങിനെ കുറിച്ചും അതുപോലെ ഡോർമെറ്ററി ടൈപ്പ് അക്കമഡേഷൻ, പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന് ഡോർമെറ്ററി ടൈപ്പുള്ള അക്കമഡേഷനെ കുറിച്ചും, അതായത് ഒരു ബിൽഡിങ്ങിൽ കുറേ ആൾക്കാർ താമസിക്കുന്ന രീതിയിലുള്ള ഡോർമെറ്ററി ടൈപ്പ് അക്കമഡേഷനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൻ്റെ മേൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങും അതുപോലെ തന്നെ പ്രൈവറ്റിൻ്റെ പാർട്ടിസിപ്പേഷനും ഉറപ്പ് വരുത്തിക്കൊണ്ട് നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള അപ്രണ്ട് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഈ ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു സ്കീം വഴി, അത്തരത്തിലൊരു സ്കീം, അതായത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിലുള്ളൊരു ബിൽഡിംഗ് പണിത് അത് എക്കണോമിക്കലി വയബിൾ ആവണമെങ്കിൽ ഒരു ഫണ്ടിൻ്റെ അഡീഷണൽ റിക്വയർമെൻറ്റ് വരും. ആ ഫണ്ട് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് അത്രയും ഫണ്ടാണ് കൊടുക്കുന്നത്. അതായത് കോർ ഇൻഫ്രാസ്ട്രക്ചർ സപ്ലൈസും ഡെവലപ്പ് ചെയ്യുക. ഉദാഹരണത്തിന് ഇവിടെ വീടുകൾ മാത്രം ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല, അവിടത്തേക്ക് വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ, റോഡ്, സീവറേജ് സിസ്റ്റം ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ
ചില പ്രത്യേക സിറ്റികൾക്ക് വേണ്ടിയിട്ട് അമൃത് സ്കീം, അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ഒരു പ്രത്യേക സ്കീം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനും 8,000 കോടി രൂപ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 11.11 ലക്ഷം കോടി രൂപയുടെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ, പ്രത്യേകിച്ചും സിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ളത്. അതിൽ ഈ ഏകദേശം 1.5 ലക്ഷം കോടി രൂപ സ്റ്റേറ്റ്സിന് ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നൽകും എന്ന് കൂടി പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്ന് പറയുന്ന മറ്റൊരു പ്രോഗ്രാമും നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കൊച്ചിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തൊക്കെ സ്മാർട്ട് സിറ്റീസ് മിഷൻസ് ഉണ്ട്. അതിനും ബഡ്ജറ്ററി സപ്പോർട്ട് 8,000 കോടി രൂപയുടെ ബഡ്ജറ്ററി സപ്പോർട്ടാണ് 2023-24 ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കുറഞ്ഞിട്ട് 2,400 കോടിയുടെ ഒരു ബഡ്ജറ്ററി സപ്പോർട്ടാണ് 24-25 ഇതേപോലെ തന്നെ നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ എന്ന രീതിയിൽ ഒരു പുതിയ മിഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1,150 കോടി രൂപ. അതായത് ഈ ഒരു അർബൻ മേഖലയിലുള്ള പ്രോപ്പർട്ടീൻ്റെ ഡിജിറ്റലൈസേഷൻ, അതായത് രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുക, അതുപോലെ തന്നെ റെക്കോർഡുകൾ ഡിജിറ്റലൈസ് ചെയ്യുക, GIS മാപ്പിംഗ് ചെയ്യുക, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോലെ ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റീസിന് വേണ്ടിയിട്ട് ഫൈനാൻസ് കമ്മീഷൻ ഗ്രാൻഡ് ആയിട്ടുള്ള 25,653 കോടി രൂപയും അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ പുതിയ സിറ്റികളുടെ ഇൻക്യുബേഷന് വേണ്ടിയിട്ട്, ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് 500 കോടി രൂപയും അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് ഓവറോൾ സിറ്റികളുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇലക്ട്രിക് ബസ് സിസ്റ്റം സിറ്റികളിൽ കൊണ്ടുവരുന്നുണ്ട്, 1,300 കോടി രൂപ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റിൽ സോളിഡ് വേസ്റ്റ് മാനേജ്, കാരണം സിറ്റികളെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. എങ്ങനെയാണ് വേസ്റ്റസിനെ മാനേജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അതിന് ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സ്കീമും ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റും മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അർബൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 100 വീക്ക്ലി ഹാറ്റുകൾ, സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ സിറ്റികളിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ പ്രസിഡന്റിനും ഗവർണേഴ്സിനുമുള്ള ക്രിമിനൽ കേസുകൾക്കെതിരായിട്ടുള്ള ഇമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചാണ്. ആക്ച്വലി ഈ ഒരു വിഷയം അമേരിക്കൻ പ്രസിഡന്റിന് അവിടുത്തെ സുപ്രീം കോടതി, അവിടുത്തെ ഫെഡറൽ കോർട്ട് ഒരു ഇമ്മ്യൂണിറ്റി, ബ്ലാങ്കറ്റ് ഇമ്മ്യൂണിറ്റി മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് നൽകി എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി റീസെന്റ് നമ്മുടെ ഒരു ഗവർണർ, റീസെന്റ് അല്ല കുറച്ച് നാളുകളായിട്ട് ഒരു വെസ്റ്റ് ബംഗാളിലെ ഗവർണറുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഇമ്മ്യൂണിറ്റി, അതായത് ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകൾക്കുള്ള ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പ്രസിഡന്റിനും ഗവർണറും അവൈലബിൾ ആണോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ സുപ്രീം കോടതിയിലെ 3 ജഡ്ജ് ബെഞ്ചിന് മുന്നിൽ ഒരു കേസ്, ഒരു അപ്പീൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു റിട്ട് വന്നിട്ടുണ്ട്. എന്താണ് ആർട്ടിക്കിൾ 361 പ്രകാരം, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 361 പ്രകാരമാണ് പ്രസിഡന്റിനും ഗവർണർക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾക്കെതിരെയുള്ള ഒരു ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നതായിട്ടുള്ളത്. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാണ്ട്, നിങ്ങളൊരു രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. അവിടുത്തെ പ്രസിഡന്റിനെതിരെയാണ് അവിടെ കേസ് നടക്കുന്ന കോടതിയിൽ. സോ അത്തരം ഒരു സാഹചര്യത്തിൽ ആ ഒരു പ്രസിഡന്റിന് എന്ത് വിലയാണ് ഉണ്ടാവുക? അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത്, ഗവർണർ ആയിരിക്കുന്ന സമയത്ത് ഒരു ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഭരണഘടന. അത് ആർട്ടിക്കിൾ 361 പ്രകാരമാണ്. പക്ഷേ ഈ ഒരു ഇമ്മ്യൂണിറ്റി ഒരു ബ്ലാങ്കറ്റ് ഇമ്മ്യൂണിറ്റി ആണോ? ഇവരെന്തെങ്കിലും ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് ഇതൊരു തടസ്സമാണോ എന്നുള്ള രീതിയിലാണ് ഈ ഒരു കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. അതായത് നമ്മുടെ ഭരണഘടന തന്നെ പറയുന്ന ഈക്വാലിറ്റി അല്ലെങ്കിൽ ഫെയർനെസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അത്തരത്തിൽ എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ഇത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ, അതായത് വെസ്റ്റ് ബംഗാൾ ഗവർണർ ആയിട്ടുള്ള CV ആനന്ദ ബോസ്, അദ്ദേഹത്തിനെതിരെ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് കേസ് രാജ്ഭവനിലെ ഒരു കോൺട്രാക്ച്വൽ വിമൺ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ മേലെ ആ ഒരു സ്ത്രീ കേസ് റേസ് ചെയ്തപ്പോൾ അതിനെതിരെയുള്ള അന്വേഷണം നടക്കുമ്പോൾ ഗവർണർ ആയതുകൊണ്ട് തന്നെ ഒരു ബ്ലാങ്കറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ് നടപടികൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാളിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ആ പ്രൊവിഷൻ എന്ന് നോക്കാം. ആർട്ടിക്കിൾ 361 പ്രകാരം നമുക്ക് നോക്കിയാൽ ആർട്ടിക്കിൾ 361 പറയുന്നത് വെച്ചാൽ പ്രസിഡന്റോ ഗവർണറോ ഈ കോടതിയോട് ആൻസറബിൾ അല്ല എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അതായത് അവരുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയുടെ സമയത്ത് കോടതികളിൽ അവർ ഹാജരാവുകയോ കോടതിയുടെ മുന്നിൽ ഹാജരാവുകയോ ഒന്നും വേണ്ട എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ആർട്ടിക്കിൾ 361 പ്രകാരമുള്ള ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോടതി അല്ലെങ്കിൽ ട്രൈബ്യൂണൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബോഡിക്ക് മുന്നായിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ടുള്ള വരേണ്ടതായിട്ടില്ല. അതിനു പകരം പ്രസിഡന്റുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചും പ്രസിഡന്റുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഭരണഘടന പ്രകാരം പ്രസിഡന്റിനെതിരായിട്ടുള്ള നടപടികൾ കോടതിയിലല്ല, അത് ആക്ച്വലി പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള പ്രോസസ്സാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 61 പ്രകാരമാണ്. അത് പ്രസിഡന്റിനെതിരെ എന്തെങ്കിലും ഒരു കേസോ ഫയലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രസിഡന്റ് ആ സ്ഥാനത്ത് ഇരിക്കാൻ അർഹതയില്ല എങ്കിൽ അത് പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് ആയിട്ടാണ് നടത്തേണ്ടതാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്, അല്ലാതെ കോടതിയിലല്ല എന്നുള്ളതാണ്. പക്ഷേ ഗവർണറിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഗവർണറിന് ഇങ്ങനത്തെ ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ ഒന്നുമില്ല. കാരണം ഗവർണർ ഇലക്ട് ചെയ്തിട്ട് വരുന്ന ഒരാളല്ല, പ്രസിഡന്റ് ഇലക്ട് ചെയ്ത് വരുന്ന ഒരാളാണ്. ഗവർണർ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് ഇങ്ങനെയൊരു ഇംപീച്ച്മെന്റ് പ്രോസസ് ഇല്ല. ഇപ്പോൾ ഗവർണർക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഭരണഘടനയിൽ സൈലന്റ് ആണ്. സോ ഈ ഒരു വിഷയമാണ് ആക്ച്വലി ചാലഞ്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആക്ച്വലി ഇവിടെ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് കേസാണ് ചാലഞ്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ആർട്ടിക്കിൾ 361 പ്രകാരമുള്ള ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു സെൻട്രലോ അല്ലെങ്കിൽ സ്റ്റേറ്റിലോ ഉള്ള ഒരാളായിക്കോട്ടെ അദ്ദേഹത്തിന് ഈ ഇത്തരത്തിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിന് തടസ്സമാവില്ല എന്നുള്ളതാണ് വാദിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇതിൽ കോടതിയുടെ നിലപാട് എന്താണെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത്തരത്തിൽ ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സും തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രസിഡന്റിനെയോ ഗവർണർക്കെതിരെയോ അദ്ദേഹത്തിന്റെ ഓഫീസ് ടൈമിൽ എടുക്കാൻ പറ്റില്ല എന്നാണ് ആർട്ടിക്കിൾ 361 ക്ലോസ് 2 പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു സെക്ഷൽ ഹറാസ്മെന്റ് കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പോൾ കേസ് എടുക്കാൻ പറ്റില്ലേ? അയാൾക്ക് കംപ്ലീറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ടോ എന്നുള്ളതാണ് കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെടുന്നത് ഗവർണർക്ക്. അപ്പോൾ ആക്ച്വലി സുപ്രീം കോടതി ഈ ഒരു വിഷയം കേട്ട് തീരുമാനം പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി വരുന്നിടത്ത് അതുവരെ ആർട്ടിക്കിൾ 361 ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഫേസ് 2 ട്രയൽസ് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തു DRDO എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം. അപ്പോൾ ഇത് നമ്മുടെ ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. 5000 കിലോമീറ്റർ വരെ ദൂരത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മിസൈലുകളാണ് ഉള്ളത് എന്ന് കൂടി ഓർത്തുക. അപ്പോൾ ഇത് ഫേസ് 1 2000 കിലോമീറ്റർ ആയിരുന്നു റേഞ്ചെങ്കിൽ ഫേസ് 2 വരുമ്പോഴത്തേക്ക് അത് 5000 കിലോമീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ആക്ച്വലി നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം, എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ DRDO അതിൻ്റെ സെക്കൻഡ് ഫേസ് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ സെക്കൻഡ് ഫേസ് ഇൻഡിജിനസ് കാപ്പബിലിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. 5000 കിലോമീറ്റർ ക്ലാസ്സിലുള്ള മിസൈൽസ് ഡെവലപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ ആക്ച്വലി ഫേസ് 2 എൻഡോ അറ്റ്മോസ്ഫിയറിക് മിസൈലാണത്. ഇത് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ആണ്. 2 സ്റ്റേജ് ആയിട്ടുള്ള സോളിഡ് പ്രൊപ്പൽഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് ലോഞ്ച്ഡ് ആയിട്ടുള്ള മിസൈൽ സിസ്റ്റം ആണെന്ന് വെച്ചാൽ, അതായത് ഗ്രൗണ്ടിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്ന സോളിഡ് പ്രൊപ്പൽഷൻ 2 സ്റ്റേജ് ആണെന്ന് ഓർത്തുക. അപ്പോൾ നമ്മുടെ രാജ്യത്തെ എതിരായിട്ട് ഒരു മിസൈൽ വരുവാണെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തേക്ക് ഒരു മിസൈൽ വരുവാണ്, അതിനെ അറ്റാക്ക് ചെയ്യണം, നമ്മൾ ഇവിടെ നിന്ന് ഒരു മിസൈൽ വിടണം എന്നുള്ളതാണ്. അപ്പോൾ വിവിധ തരത്തിലുള്ള എനിമി മിസൈൽ ബാലിസ്റ്റിക് ത്രെട്ടുകളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈവൻ എൻഡോ ടു ലോ എക്സോ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, അതായത് ഏകദേശം 100 കിലോമീറ്റർ വരെയുള്ള എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനാണ് എൻഡോ അറ്റ്മോസ്ഫിയറിക് മിസൈൽസ് എന്ന് പറയുന്നത്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 100 കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കുന്ന മിസൈൽസ് ആണ്. അപ്പോൾ ഇത്തരം മിസൈൽസിനെ വരെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് 2 ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന് പറ്റും എന്നുകൂടി ഓർത്തുക. 5000 കിലോമീറ്റർ റേഞ്ചിലുള്ള മിസൈൽസിനെ വരെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഇന്ത്യയുടെ പ്രത്യേകിച്ച് ഡിഫൻസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ ഉണ്ടാക്കുക. ഇന്ത്യയുടെ കാപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഇന്ത്യ ഡിഫൻസിൽ നേടിയിട്ടുള്ള അച്ചീവ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ റീസെന്റ് ആയിട്ട് INS ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നേവിയുടെ വെസലിൽ ആക്ച്വലി ഫയർ ഉണ്ടാവുകയും അതിൽ നിന്നൊരു സെയിലർ മിസ്സാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ ഒരു INS ബ്രഹ്മപുത്ര എന്നുള്ളതാണ് നമ്മൾ ബ്രീഫായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ വാർത്ത എന്താണെന്ന് വെച്ചാൽ INS ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നേവിയുടെ വെസലിൽ നിന്ന് മിസ്സായിട്ടുള്ള അല്ലെങ്കിൽ കാണാതായിട്ടുള്ള സീമാൻ, അതായത് ഒരു സെയിലറിനെ കണ്ടെത്തി, അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത. അപ്പോൾ ഈ ഒരു INS ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര ക്ലാസ് ഫ്രിഗേറ്റ് ആണെന്ന് പറയാം. ഇതിൽ ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ആണെന്ന് ഓർത്തുക. ഗൈഡഡ് മിസൈൽ സിസ്റ്റം ഒക്കെയുള്ള ഒരു വെസലാണ്, ഒരു കപ്പലാണ് എന്ന് പറയാം, യുദ്ധക്കപ്പലാണെന്ന് ഓർത്തേക്കാം. ഏകദേശം 4000 ടണ്ണാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ളത്. ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഫസ്റ്റ് ക്ലാസ് ആയിട്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത ഇൻഡിജിനിയസ്ലി ബിൽഡ് ആയിട്ടുള്ള ബ്രഹ്മപുത്ര ക്ലാസ് മിസൈൽ ഫ്രിഗേറ്റ് ആണ് ഈ ഒരു INS ബ്രഹ്മപുത്ര. അപ്പോൾ ഇതിന് ശേഷം ഡെവലപ്പ് ചെയ്തതിനെയൊക്കെ ഈ ഒരു INS ബ്രഹ്മപുത്ര ക്ലാസ് എന്ന രീതിയിലാണ് വിളിക്കുക എന്ന് ഓർത്തുക. അപ്പോൾ ഇത് 2000-ലാണ് കമ്മീഷൻ ചെയ്ത്. അപ്പോൾ എന്താണ് INS ബ്രഹ്മപുത്ര എന്നുള്ളതിനെ കുറിച്ചൊരു ബ്രീഫായിട്ട് ഐഡിയ ഉണ്ടാക്കുക, ജസ്റ്റ് ആ നെയിം ഒന്ന് വന്നതുകൊണ്ട്. അപ്പോൾ ഇതിനെ
വിവിധ തരത്തിലുള്ള കോമ്പാറ്റ് ഓപ്പറേഷൻസിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റും. മൾട്ടി റോൾ ഓപ്പറേഷൻസ് ഉണ്ടെന്ന് ഓർത്തുക. ആൻറ്റി എയർ, അതായത് ആകാശത്തിലൂടെ വരുന്ന ആക്രമണങ്ങൾക്കെതിരെ മിസൈലിനെ തൊടുക്കാൻ വേണ്ടി പറ്റും. ആൻറ്റി സർഫസ് നിന്ന് വരുന്ന മിസൈലുകളെ ആക്രമിക്കാൻ വേണ്ടി പറ്റും. ആൻറ്റി സബ്മറൈൻ വാർഫെയറിനും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ സർഫസ് ടു സർഫസ് മിസൈൽസ്, ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈൽസ്, ഒരുപാട് നേവൽ ഗണ്ണുകൾ, ടോർപിഡോസ്, അതായത് ഈ ഒരു സബ്മറൈൻസിന് എഗെയിൻസ്റ്റ് ഉപയോഗിക്കുന്നതാണ് ടോർപിഡോസ്. അത്തരത്തിലുള്ള ഒരുപാട് വെപ്പൺ സിസ്റ്റംസ് ഇതിൽ ഉണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ റൈറ്റ് ടു ഷെൽട്ടർ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ആർട്ടിക്കിൾ 21 കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ഒരുപാട് റൈറ്റ്സിലുണ്ട്. അതിലൊന്നാണ് റൈറ്റ് ടു ഷെൽട്ടർ എന്ന് പറയുന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റൈറ്റ് ടു ഷെൽട്ടർ, ഇത് ഏത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ കീഴിലാണ് എന്നുള്ള രീതിയാണ് പറഞ്ഞത്. അതായത് റെയിൽവേ ലാൻഡിൽ താമസിക്കുന്ന 50,000-ഓളം ആൾക്കാർ ഇല്ലീഗലി ആയിട്ടാണ് അവർ ജീവിക്കുന്നതെങ്കിൽ പോലും അവരെ നീക്കം ചെയ്യണം എന്നുള്ള രീതിയിൽ നടപടി സ്വീകരിച്ചപ്പോൾ അവരാണ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പാർപ്പിടം കൊടുക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. അവർക്ക് അത്തരത്തിലുള്ള രാജ്യത്തിനോട് അത്തരത്തിലുള്ള ഒരു കാര്യം ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് ഈ ഒരു റൈറ്റ് ടു ഷെൽട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ആക്ച്വലി ഓർത്ത് വെക്കേണ്ട കാര്യം റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ ഒരു റെയിൽവേയുടെ സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഏകദേശം 50,000-ഓളം ആൾക്കാർ ഇല്ലീഗലി ലിവിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീം കോടതി റൈറ്റ് ടു ഷെൽട്ടർ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നൽകാൻ സ്റ്റേറ്റ്, അതായത് ഗവൺമെന്റ് ബാധ്യസ്ഥരാണ് എന്നാണ് ഓർത്ത് വെക്കാം. അതായത് റൈറ്റ് ടു ഷെൽട്ടർ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അത് സ്റ്റേറ്റിനാണ്, അത് ചോദിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് ടു ഷെൽട്ടർ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് താമസിക്കാനുള്ള അവകാശം സ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുക്കണം, അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു. ഓർത്ത് വെക്കുക, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്നതിന്റെ കീഴിലായിട്ടാണ് ഈ റൈറ്റ് ടു ഷെൽട്ടർ വരിക എന്നുകൂടി ഓർത്ത് വെക്കുക. ആർട്ടിക്കിൾ 21 മിക്കവാറും എല്ലാ UPSC ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്, ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്നുള്ളത്. അടുത്തത് ഗ്രാസ് ലാൻഡ്സ് ഇൻ കച്ച് ലൈക്ലി ടു ഹോസ്റ്റ് ചീറ്റാസ് ഫ്രം ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു പ്രൊജക്ട് ചീറ്റ എന്ന് പറയുന്നുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്, വർഷങ്ങൾക്ക് മുന്നേയുള്ള പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ഈ പ്രൊജക്ട് ചീറ്റ എന്ന് വെച്ചാൽ ചീറ്റ ഇന്ത്യയിൽ നിന്ന് ഓൾറെഡി ഇല്ലാതായിട്ടുള്ള ഒരു ജീവിയാണ്. അപ്പോൾ ആഫ്രിക്കയിൽ നിന്നും ഈ ചീറ്റാസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഈ ഒരു കുനോ നാഷണൽ പാർക്ക്, മധ്യപ്രദേശിലുള്ള കുനോ നാഷണൽ പാർക്കിലേക്കാണ് ഈ ഒരു ചീറ്റാസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഗുജറാത്തിലെ കച്ചിലേക്ക്, റാൻ ഓഫ് കച്ച് പ്രദേശത്തേക്ക്, അവിടെയുള്ള പ്രദേശത്തേക്കൊക്കെ ഈ ഒരു ചീറ്റാസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ നോക്കുക, ഈ പ്രൊജക്ട് ചീറ്റ എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് ആഫ്രിക്കയിൽ നിന്നാണ് ചീറ്റേനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആക്ച്വലി ബാനി ഗ്രാസ് ലാൻഡ്, റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലുള്ള റാൻ ഓഫ് കച്ച് പ്രദേശത്തുള്ള ബാനി ഗ്രാസ് ലാൻഡിലേക്കും അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഗാന്ധി നഗർ സാങ്ച്വറിയിലേക്കൊക്കെ ഈ ഒരു ചീറ്റാസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു പൊട്ടൻഷ്യൽ ഹാബിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്ട് ചീറ്റാസിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ ഉണ്ടാവും, കുറച്ച് മുന്നേയുള്ള കാര്യമാണ്. ആഫ്രിക്കയിൽ നിന്ന് ചീറ്റ കൊണ്ടുവരുന്ന പ്രൊജക്റ്റ് ആണെന്ന് ഓർത്ത് വെക്കാം. കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലേക്കാണ് കൊണ്ടുവന്നതെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇതാണ് കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. ഇവിടെയാണ് നേരത്തെ പ്രൊജക്ട് ചീറ്റയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവരുന്നത്. അടുത്തെന്ന് വെച്ചാൽ ഈ ഒരു ഗുജറാത്തിന്റെ പ്രദേശത്ത്, കച്ച് പ്രദേശത്തുള്ള ഈ ഒരു ബന്നി ഏരിയാസിലേക്കും കൊണ്ടുവരുന്നുണ്ടെന്ന് ഓർത്ത്. ഈ റാൻ ഓഫ് കച്ച് പ്രദേശത്തിനെയാണ് വലുതാക്കി കാണിച്ചാൽ ഇവിടെയുള്ള ബന്നി ഏരിയാസിലും ഗുജറാത്തിലേക്കും കൊണ്ടുവരുന്നുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണെന്ന് ഓർത്തു വെക്കണം. ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി മധ്യപ്രദേശിലാണെന്ന് ഓർത്തിക്കുക. അതേസമയത്ത് ബന്നി ഗ്രാസ് ലാൻഡ് റിസർവ് എന്ന് പറയുന്നത് ഗുജറാത്തിലാണെന്ന് ഓർത്ത് വെക്കുക. ഇവ വാർത്തയിൽ വരാൻ കാരണം പ്രൊജക്ട് ചീറ്റയുമായി ബന്ധപ്പെട്ട് ചീറ്റാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് ഓർത്ത് വെക്കുക. അടുത്തൊരു വാർത്ത വെച്ചാൽ TB ഡിറ്റക്ഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ്. ICMR ഒരു TB ഡിറ്റക്ഷൻ സിസ്റ്റം, അതായത് ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗത്തെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. നേരത്തെയുള്ള ടെസ്റ്റിംഗ് ടെക്നോളജിനെക്കാളും ഫാസ്റ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് CRISPR-Cas9 ബേസ്ഡ് ആയിട്ടുള്ള TB ഡിറ്റക്ഷൻ സിസ്റ്റംസ്, അതായത് ജീൻ എഡിറ്റിംഗ് ടൂളാണ് CRISPR-Cas9 എന്നൊക്കെ പറഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡെവലപ്മെന്റുകളാണ്. ഇപ്പോൾ TBയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏകദേശം 48,000-ഓളം ഇന്ത്യക്കാരാണ് ഓരോ വർഷവും മരണപ്പെടുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെയൊക്കെ അഡ്രസ്സ് ചെയ്യാനും TBയുടെ ഡിറ്റക്ഷൻ വളരെ വേഗത്തിലാക്കാനും ഈ ഒരു ടെക്നോളജി കൊണ്ട് പറ്റും എന്ന് പറയാൻ പറ്റും. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ചെലവ് കുറഞ്ഞിട്ടുള്ള
TB ഡിറ്റക്ഷൻ ടെക്നോളജിയാണ് ഈ ഒരു കാസ്പർ കാസ്9 ബേസ്ഡ് ആയിട്ടുള്ള. കാസ്പർ കാസ്9 എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ സിസർ എന്നാണ് പറയുക. ഇതൊരു ജീൻ എഡിറ്റിംഗ് മോളിക്കുലാർ സിസർ എന്നാണ് വിളിക്കുക. അതായത് ജീൻ എഡിറ്റിംഗ് ടൂളാണ്. ഒരു DNA അതിൽ നിന്നും നമുക്ക് ഈ ഒരു ജീനിനെ എക്സാക്ട് ലൊക്കേഷനിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രിസ്പർ കാസ്9 എന്ന് പറയുന്ന സിസർ, അതൊരു എൻസൈമാണ് ഇതിനെ ഉപയോഗിക്കുന്നതെന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. അതായത് ആക്യുറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. മോളിക്കുലാർ സിസർ എന്നൊക്കെയാണ് വിളിക്കുക, മോളിക്കുലാർ കത്രിക എന്നൊക്കെയാണ് വിളിക്കുക. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു TB സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇത് ബാക്ടീരിയനെ നമ്മൾ അതിൻ്റെ സലൈവയിൽ നിന്ന് നമ്മൾ എന്ത് എടുക്കുകയാണ്, DNA എന്ന് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതായിട്ടുള്ളത് ഈ ഒരു ലോ കോസ്റ്റിൽ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ബാക്ടീരിയയെ നമ്മൾ സലൈവയിൽ നിന്ന് ബാക്ടീരിയനെ എടുത്ത് അതിൻ്റെ DNA വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ സലൈവയിൽ നിന്ന് പ്രിലിമിനറി സിംറ്റംസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു മണിക്കൂറിൽ ഏകദേശം 2 മണിക്കൂർ കൊണ്ട് 1500ഓളം സാമ്പിളുകൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ TB മുക്ത് ഭാരത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ രാജ്യം നടത്തുന്നുണ്ട്. അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് ഈ ഒരു ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടായത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, മൗറീഷ്യാനയിൽ ഏകദേശം 25ഓളം മൈഗ്രൻസ് കില്ല് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ബോട്ട് ക്യാപ്സൈസ് ചെയ്തു, ബോട്ട് മറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. നമുക്ക് നോക്കാം എവിടെയാണ് ഈ ഒരു മൗറീഷ്യാന എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസ് മൗറീഷ്യാനയിലേക്ക് ബോട്ട് വഴി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരെ മറിഞ്ഞിട്ട് മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ 25ഓളം മൈഗ്രൻസ് ആണ് ബോട്ട് മറിഞ്ഞിട്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൗറീഷ്യൻ കോസ്റ്റ് ഗാർഡ് ബാക്കിയുള്ള 103ഓളം ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 25ഓളം ആൾക്കാരുടെ ബോഡി കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള നൗക ചോട്ടിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കണമായിരുന്നു. അപ്പോൾ ഇതാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ സൈഡിലായിട്ടുള്ള ആഫ്രിക്കയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള മൗറീഷ്യാന എന്ന് പറയുന്ന പ്രദേശം എന്ന് ഓർത്ത്. യൂറോപ്പിൽ നിന്നൊക്കെയുള്ള ഒരുപാട് കുടിയേറ്റങ്ങൾ ഇങ്ങോട്ട് ഉണ്ടാവാറുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ നൗക ചോട്ട് എന്നാണ് ഇതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പേര്. അപ്പോൾ മൗറീഷ്യാന ഇല്ലീഗൽ മൈഗ്രൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വാർത്തകളിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് ഓർത്ത്. ആഫ്രിക്കയിൽ നിന്നുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് യൂറോപ്പിലേക്കും മറ്റുമൊക്കെ ഒരുപാട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പോകാറുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ടൈഫൂൺ ഗീമി എന്ന് പറഞ്ഞ ടൈഫൂണിനെ ചുഴലിക്കാറ്റിനെ സംബന്ധിച്ചാണ്. ഈ ഒരു ടൈഫൂൺ ഗീമി അത് ഫിലിപ്പൈൻസിലെ ശക്തമായിട്ടുള്ള മഴയുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലാൻഡ് സ്ലിപ്പുകളും മറ്റും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ടൈഫൂൺ ഗീമി, അതുപോലെ ഫിലിപ്പൈൻസ് ലൊക്കേഷൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടൈഫൂൺ ഗിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ടൈഫൂൺ ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കരീന ഇതൊരു ആക്റ്റീവ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്. ഇത് ഫിലിപ്പൈൻ തായ്വാൻ പ്രദേശത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഗിമി എന്ന് പറയുന്ന വാക്കുകൊണ്ട് കൊറിയനിലെ ആൻഡ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ട്രോപ്പിക്കൽ ഡിസ്റ്റർബൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ ആണെന്ന് കൂടി ഓർത്ത് വെക്കുക. ഇപ്പോൾ ഫിലിപ്പൈൻസിൻ്റെ ലൊക്കേഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ടും ഈ സൗത്ത് ചൈന സീ, അതിനുശേഷമാണ് ഫിലിപ്പൈൻസിൻ്റെ ലൊക്കേഷൻ കാണുന്നത്. ഈ ഒരു പ്രദേശത്താണ്, ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇത് ആക്ട് ചെയ്യുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുന്നതായിരുന്നു. അപ്പോൾ നിലവിലുള്ള ഈ ഒരു ഫിലിപ്പൈൻ സീയിലുള്ള നിലവിലുള്ള സാഹചര്യങ്ങൾ ഈ ഒരു ടൈഫൂണിനെ കുറെ കൂടി ഇൻറ്റൻസിഫൈ ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ടൈഫൂൺ ഗീമി എവിടെയാണ് ഇത് ഉണ്ടായെന്ന് ഓർത്ത് വെക്കുക, ഏത് ഓഷ്യൻസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നും കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. സോ ഒരു ബ്രീഫ് ഇൻഫർമേഷൻ നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫിലിപ്പൈൻ സീയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. ഇതൊരു ട്രോപ്പിക്കൽ സൈക്ലോൺ ആയിരുന്നു എന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത കെറ്റമൈൻ എന്ന് പറയുന്ന പില്ലിനെ സംബന്ധിച്ചാണ്. അപ്പോൾ എന്താണ് കെറ്റമൈൻ എന്ന് പറയുന്ന പില്ല്? ഇത് ഡിപ്രഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പില്ലാണ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് കെറ്റമൈൻ എന്നുള്ളത്. കെറ്റമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പാർട്ടി ഡ്രഗ് എന്നൊക്കെയാണ് വിളിക്കുന്നതായിട്ടുള്ളത്. ഇത് ആക്ച്വലി ഒരു എക്സൈറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതായത് ന്യൂറോൺസിനെ കുറച്ചുകൂടി ആക്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് ഗ്ലൂട്ടമേറ്റ് എന്നുകൂടി വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് കെറ്റമൈൻ എന്ന് പറയുന്നത് ഒരു ഡിസോസിയേറ്റീവ് ആയിട്ടുള്ള അനസ്തെറ്റിക് ആണ് കൂടി എന്ന് പറയാറുണ്ട്. അപ്പോൾ അതായത് ജനറൽ അനസ്തീഷ്യ സമയത്ത് ഡോക്ടർമാർ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഈവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മസിൽ റിലാക്സേഷൻസ് ഒന്നും ആവശ്യമില്ലാത്ത കേസുകൾ. ഇപ്പോൾ ജനറൽ അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ നോർമലായിട്ട് നമ്മൾ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോധം കെടുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറൽ അനസ്തീഷ്യ എന്ന് പറയുന്നത് ഒരു സ്ലീപ്പ് ലൈക്ക് സ്റ്റേറ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ പെയിൻ ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഈ ഒരു കെറ്റമൈൻ എന്ന് പറയുന്ന ഈ ഒരു മെഡിസിൻ നമുക്ക് ഒരു ഹാലൂസിനേഷൻ പ്രൊവൈഡ് ചെയ്യും. അതായത് ചില LSD അല്ലെങ്കിൽ PCP എന്നൊക്കെ പറയുന്ന ഡ്രഗുകൾ ഉണ്ടാക്കുന്ന പോലെ ഒരു ഹാലൂസിനേഷൻ ഫീലിംഗ് ഉണ്ടാക്കും. അപ്പോൾ ഇത് ജനറലി അനസ്തെറ്റിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ റിസർച്ചേഴ്സ് പറയുന്നത് ഇതിന് ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ട്, അതായത് നമുക്ക് ഡിപ്രഷൻ പോലുള്ള രോഗങ്ങൾക്ക് എതിരായിട്ട് ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കെറ്റമൈൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണെന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ UPSCക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ പിറ്റ് ചെയ്തിട്ട് ദ ടേം കെറ്റമൈൻ വിച്ച് വാസ് കോമൺലി സീൻ ഇൻ ദ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്ന പേരുകൾ ഓർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആക്ച്വലി
അടുത്തെന്ന് വെച്ചാൽ എംപോക്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എംപോക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാർത്ത വന്നിട്ടുള്ളതാണ്. എംപോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോങ്കോ ക്യാമ്പുകളിൽ മുന്നേ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഡിസ്പ്ലേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ആക്ച്വലി എംപോക്സിൻ്റെ ബേസിക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ലൊക്കേഷനുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം 130ഓളം കേസുകൾ എംപോക്സിൻ്റെത് ഈ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ചും കുട്ടികളിലും അഡോളസെൻ്റ് പീരീഡിലും. അപ്പോൾ അതിൽ നിന്നും ആ ക്യാമ്പുകളിൽ നിന്നും ആ ഒരു ത്രെട്ട് ഒഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ എംപോക്സ് എന്ന് പറയുന്നത് നമ്മൾ മങ്കി പോക്സ് എന്ന് വേണമെങ്കിൽ പഠിക്കാൻ വേണ്ടി ഇതൊരു സൂണോട്ടിക് ഡിസീസാണ്. സൂണോട്ടിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നു, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ സൂണോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ മങ്കി പോക്സ് വൈറസ് കാരണം പകരുന്ന ഒരു രോഗമാണ് എംപോക്സ്, മങ്കി പോക്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ആദ്യത്തെ മങ്കി പോക്സ് ഡിറ്റക്ട് ചെയ്യുന്നത് 1970-കളിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ്. 2 ടൈപ്പിലാണ് ഇതിൻ്റെ എംപോക്സ് വൈറസ് ഉള്ളത്. ഒന്ന് സെൻട്രൽ ആഫ്രിക്കൻ ഒറിജിൻ ഉണ്ട്, അതുപോലെ തന്നെ വെസ്റ്റ് ആഫ്രിക്കൻ ഒറിജിൻ. ഇങ്ങനെ 2 ടൈപ്പിലാണെന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ സ്കിൻ റാഷസ് വരിക, മ്യൂക്കോസൽ ലെഷൻസ് വരിക എന്നുള്ളതാണ്. ഫീവർ, ഹെഡേക്ക്, മസിലേക്ക് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഉണ്ടാവാറുണ്ട്, സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഡയറക്റ്റ് കോൺടാക്ട് ബോഡി ഫ്ലൂയിഡ്സ് വഴിയോ ലെഷൻസ് വഴിയോ ഒക്കെ ഇത് ഉണ്ടാവാം. അതുപോലെ ഇൻഡയറക്റ്റ് കോൺടാക്ട് വഴി, ഈവൻ ക്ലോത്തിങ് വഴിയോ ബെഡിങ് വഴിയൊക്കെ, ഒരേ ബെഡിൽ കിടന്നാലൊക്കെ ഈ രോഗം പടരാനുള്ള സാധ്യതയുണ്ട് എന്ന് കൂടി ഓർത്തുക. അപ്പോൾ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇല്ല. ഈ ഒരു വൈറസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ടീവ് കെയർ ആയിട്ട് നൽകുക എന്നുള്ളതാണ്. അതായത് സിംറ്റംസ് അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തുക. അപ്പോൾ ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്ന ആഫ്രിക്കയുടെ നടുവിലുള്ള ഒരു കൺട്രിയിൽ നിന്നാണ്. അപ്പോൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരു ഫുള്ളി ലാൻഡ് ലോക്ക്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ കിൻഷാസ എന്നുള്ളതാണ് ഇതിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ളത്. ഒരുപാട് ബോർഡർ കൺട്രീസിനെ കാണാൻ പറ്റും. അങ്കോള, സാംബിയ, മലാവി, താൻസാനിയ, ബുറുണ്ടി, റുവാണ്ട, ഉഗാണ്ട, സൗത്ത് സുഡാൻ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, അതുപോലെ തന്നെ റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇങ്ങനെ കുറേ അയൽരാജ്യങ്ങളെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അയൽരാജ്യങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഒരു ഐഡിയ മാപ്പിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ത്രിപുത്ത് എന്ന് പറയുന്ന ഈ ഒരു കപ്പലിൻ്റെ മെയ്ഡൻ വോയിഡിന് ഇത് ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്രിഗേറ്റ് ആണ്, ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രിഗേറ്റ് ആണ്. അതായത് P1135.6 ഫ്രിഗേറ്റ് ആണെന്ന് പറയാം. ഒരു മോഡലാണ് ഇത്. അപ്പോൾ എന്താണ് ത്രിപുത്ത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഇപ്പോൾ ഗോവ ഷിപ്പ്യാർഡിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇൻഡിജിനസ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ട് P1135.6 എന്ന് പറയുന്ന മോഡൽ ഫ്രിഗറ്റ് ആണ് ത്രിപുത്ത് എന്ന് പറയുന്നത്. അതായത് ഈ മോഡലിൽ പണിതിട്ടുള്ള ആദ്യത്തെ ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫ്രിഗേറ്റ് ആണ്. അതൊരു കപ്പലാണ്, യുദ്ധ കപ്പലാണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആക്ച്വലി 2 അഡ്വാൻസ്ഡ് ഫ്രിഗേറ്റുകളാണ് ഗോവ ഷിപ്പ്യാർഡുകളിൽ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുള്ള അതിൻ്റെ ആദ്യത്തേതാണ്. അപ്പോൾ ആക്ച്വലി ഇതിനെന്ന് വെച്ചാൽ ത്രിപുത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ മൈറ്റി ആരോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യൻ നേവിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വെസലാണ് എന്ന് കൂടി ഓർത്ത് വെക്കാം. 3600 ടണ്ണാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. 28 നോട്ട് വേഗതയിൽ ഇതിന് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് ഒരുപാട് സ്റ്റീൽത്ത് ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റംസും സെൻസേഴ്സും പ്ലാറ്റ്ഫോം മാനേജ്മെൻറ്റ് സിസ്റ്റംസും ഒക്കെ INS ത്രിപുത്തിന് ഉണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കാനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള തൽവാർ ക്ലാസ് ഷിപ്പുകൾ നമ്മൾ റഷ്യയിൽ നിന്ന് അക്വയർ ചെയ്തിട്ടുണ്ട്. സിമിലർ ടെക്നോളജിയാണ് ഈ ഒരു ത്രിപുത്ത് ഷിപ്പിനും ഫോളോ ചെയ്യുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുക. ഇന്ത്യൻ ഷിപ്പ്യാർഡിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഫ്രിഗേറ്റ് ക്ലാസ്സുകളിലുള്ള വെസൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുക. അതിൻ്റെ ആദ്യത്തെ വെസലാണ് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ബഡ്ജറ്റ് 2024 എന്ന് പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റിൻ്റെ അനാലിസിസ് ആണ്. നമ്മൾ ഓൾറെഡി ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിലവിലുള്ളതുമായി എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, MSMEയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്താണ്. വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ നീറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കും വീണ്ടും വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട കവർ ചെയ്യുന്നില്ല. ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.